നമ്മൾ സ്ഥിരമായി ഇന്ന് വാർത്തകളിൽ കാണുന്ന കാര്യങ്ങളാണ് മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന കുട്ടികൾ, അതല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിലേക്ക് തള്ളിയിട്ട് പോകുന്ന കുട്ടികൾ, അതല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾ, മറ്റ് റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന, വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന, അതല്ലെങ്കിൽ മറ്റ് ഡ്രഗ്സും ആൽക്കഹോളിസവുമായിട്ട് പോകുന്ന കുട്ടികൾ. ഇത് ഏത് തന്നെയാണെന്ന് പറഞ്ഞാലും ഇതിൻ്റെ ഒരു ഒറ്റ കാരണമെന്ന് പറയുന്നത് മാതാപിതാക്കളുമായിട്ട് ഇവർക്ക് മാനസിക ബന്ധം ഇല്ല എന്നുള്ളതാണ്. ഏത് സൊസൈറ്റിയെ നമ്മൾ കുറ്റം പറഞ്ഞാലും, ഏത് സോഷ്യൽ മീഡിയയെ കുറ്റം പറഞ്ഞാലും, ഏത് സിനിമയെ കുറ്റം പറഞ്ഞാലും, എന്തിനെ പറഞ്ഞാലും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് മാതാപിതാക്കളുമായിട്ട് മാനസിക ബന്ധം ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യാം, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് പേരൻസുമായിട്ടുള്ള ഇമോഷണൽ ബോണ്ട്, മാനസിക ബന്ധം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ കുട്ടികൾ അക്കാഡമിക്സിൽ 100ൽ 100 മേടിക്കുന്നതിനേക്കാളും, ഡോക്ടറോ എൻജിനീയറോ ആയി തീരുന്നതിനേക്കാളും, ഏറ്റവും നല്ല ജോലി കിട്ടുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് മാതാപിതാക്കളുമായി നല്ലൊരു ഇമോഷണൽ ബോണ്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. കാരണം ആ ഒരു ഇമോഷണൽ ബോണ്ട് ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ എല്ലാം ഓക്കെ ആണ് എന്ന് ഞാൻ പറയും. അത്ര നല്ല പേരൻസിന് മാത്രമേ കുട്ടികളുമായി ഒരു ഇമോഷണൽ ബോണ്ട്, മാനസിക ബന്ധം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. ഇത് കുട്ടികൾ റഫ് ആൻഡ് ടഫ് ആയതുകൊണ്ടല്ല, പേരൻസ് അങ്ങനെ ആയതുകൊണ്ടാണ്. നമുക്ക് ഒരാളുമായിട്ട് ഒരു ഇമോഷണൽ ബോണ്ട് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സ്കില്ലാണ്. അതിനെയാണ് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് എന്നൊക്കെ നമ്മൾ പറയും. ഒരാൾക്ക് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ഉണ്ടാവണമെങ്കിൽ ആദ്യം അവർക്ക് ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് ഉണ്ടാവണം. ഇതൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. മനുഷ്യരുടെ എല്ലാ പ്രശ്നങ്ങളുടെയും ബേസ് ഇതൊക്കെ തന്നെയാണ്.